A1 ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ കൊളത്തൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കും അലുമിനിയത്തിൽ മാത്രം ചെയ്തതാണ്. അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് ടോട്ടൽ ഈ ഫ്രെയിം കംപ്ലീറ്റ് അലുമിനിയം ഉപയോഗിച്ച് ഈ കോർണർ സ്പേസ് ആയിട്ട് നമ്മളൊരു ഫോൾഡിങ് ഡോറാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. HPL ഷീറ്റ് ഉപയോഗിച്ചിട്ട് അലുമിനിയം ഫ്രെയിം നമ്മൾ ഉപയോഗിച്ച് ചെയ്ത ഒരു വാർഡ്രോപ്പാണിത്. കുറച്ച് ലെങ്ത് കൂടിയ ഹാൻഡിൽസ് ആണ്. ഇതിനെ നമ്മൾ ട്യൂബ് ഹാൻഡിൽ എന്നാണ് പറയുന്നത്. ഒരു വാർഡ്രോപ്പ് ആൻഡ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ദെൻ ലോഫ്റ്റ്. എല്ലാ ഡോറും ഞാൻ പറഞ്ഞ പോലെ ലോക്ക് സിസ്റ്റം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അലുമിനിയമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയത്തിൽ ഫ്രെയിം അതുപോലെ തന്നെ HPL ഷീറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഏരിയയാണ് നമ്മളിതിനെ വർക്ക് ചെയ്തെടുത്താണ് ഇങ്ങനെ. സോ ഇതിൻ്റെ പിന്നിലും നമ്മൾ ഷീറ്റ്, നമ്മുടെ ബാക്ക് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മാനേജറിൻ്റെ നമ്പർ താഴെ ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. A1 ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ കൊളത്തൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഒരു സൂപ്പർബായിട്ടുള്ള ഒരു വീട് നമ്മൾ കംപ്ലീറ്റ്ലി അലുമിനിയം കൊണ്ട് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ആൻഡ് റൂംസ് എല്ലാം, വാർഡ്രോബ്സിലെല്ലാം നമ്മൾ സൂപ്പർബായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് നിങ്ങൾ കാണണം, കാരണം അതിമനോഹരമായിട്ടാണ് ഈ വർക്ക് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് കാണണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, സോ വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിലെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒന്ന് ഇതിൻ്റെ കിച്ചണാണ്. ഈ വീട്ടിലെ കിച്ചണാണ്. ഈ കിച്ചൺ വളരെ മനോഹരമായ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ കാണാം, സൂപ്പർബായിട്ടുള്ളൊരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മേലെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റും ലോഫ്റ്റ് നമ്മൾ വൃത്തിക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ലോഫ്റ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു വാൾ ബോക്സ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ വാൾ ബോക്സിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മളതിനെ സെൻറ്ററായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ആണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ കളർ കോമ്പിനേഷന് സൂപ്പർബായിട്ടുണ്ടാവും എന്ന രീതിക്കും കൂടി. അതുമാത്രമല്ല, കസ്റ്റമർ നമ്മളോട് ഒരു ഗ്ലാസ് ഇട്ട് തരുമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിന് പറ്റിയ പ്ലേസിൽ തന്നെ നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ആൻഡ് ഫുള്ളി അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്ത കിച്ചണാണ്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കും അലുമിനിയത്തിൽ മാത്രം ചെയ്തതാണ്. അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് ടോട്ടൽ ഈ ഫ്രെയിം കംപ്ലീറ്റ് അലുമിനിയം ഉപയോഗിച്ച് ACP ഷീറ്റാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിലിപ്പോൾ ട്രോളീസൊക്കെ നോക്കിക്കോളൂ. ഇത് നമ്മളൊരു കട്ട്ലറി, അതുപോലെ തന്നെ പ്ലേറ്റ് ഒക്കെ വെക്കാനായിട്ട് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ഡ്രോ അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ഡ്രോസ് ആണ്. ഇതിൽ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. മാക്സിമം പ്ലേറ്റ്സ് ആയിക്കോട്ടെ, എന്ത് തിങ്സ് ആയിക്കോട്ടെ, നമുക്ക് കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കിതിൽ പറ്റും. സോ നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടിഫുള്ളായ കിച്ചണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിച്ചൻ്റെ ഈ കോർണർ സ്പേസ് ആയിട്ട് നമ്മളൊരു ഫോൾഡിങ് ഡോറാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഫോൾഡിങ് ഡോർ ആകുമ്പോൾ നമുക്ക് മാക്സിമം എല്ലാ ഏരിയയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കോർണർ സ്പേസ് നമുക്ക് വൃത്തിക്ക് ഒരു ഫോൾഡിങ് ഡോർ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡോർ ചെയ്ത് കൊടുത്തിട്ട് അകത്ത് നമ്മളൊരു ഷെൽഫ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാരണം അവർക്ക് കൂടുതൽ പാത്രങ്ങളും മറ്റും വയ്ക്കാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. സെയിം തന്നെയാണ് ഇവിടെയും ഡോറ്. ഈ ഡോറിൻ്റെ വലുപ്പം കണ്ടറിയാം. ഇവിടെയുള്ള ഡോറിൻ്റെ വലുപ്പമല്ല ഇവിടെ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ടോൾ യൂണിറ്റ് കൂടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളിൽ പാർട്ടീഷൻ ചെയ്തിട്ട് അവിടുത്തെ ഡോറിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരുത്തി ഒരു ചെറിയ ഡോർ അവിടെ പ്ലേസ് എടുക്കും. തൊട്ട് മേലെയായിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ബോക്സാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം. ഇതിനെ 2ആയിട്ട്, അതായത് ഒരു പാർട്ടീഷൻ ചെയ്ത് നമ്മൾ 2ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. കാരണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ തിങ്സ് അതിൽ വെക്കാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്ത ഒരു കിച്ചണാണിത്. അലുമിനിയം ഉപയോഗിച്ചിട്ട് ACP ഷീറ്റാണ് നമ്മളിതിൽ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്രൂൺസ് എന്ന് പറയുന്ന ഒരു കളറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കളർ നമ്മൾ ബ്രൂൺസ്, ACPയിൽ വരുന്ന ബ്രൂൺസ് എന്ന്, മെറ്റാലിക് ബ്രൂൺസ് എന്ന് പറയുന്ന ഒരു കളറാണിത്. നിങ്ങൾ ലോഫ്റ്റും കണ്ടു കഴിഞ്ഞു. ലോഫ്റ്റ് ഫുള്ളായിട്ട് കണ്ടു. അതിനുശേഷം വാൾ ബോക്സ് കണ്ടു.
അതിനുശേഷം നമ്മൾ താഴെയുള്ള എല്ലാ ബോട്ടം ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടു. സിങ്ക് ഏരിയ ആണത്. സോ അവിടെ കണ്ടു. ഇവിടെ നമ്മളൊരു വെന്റിലേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സിലിണ്ടർ വെക്കാനും മറ്റുമായിട്ടാണ്. സോ ഇനി നിങ്ങൾ ഇവിടെ നമ്മളൊരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കസ്റ്റമറായി നമ്മളോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു നമുക്കിതിൽ ഫുള്ളായിട്ട് ഗ്ലാസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ടിട്ട് ഒരു വലിയ ഒരു സ്പേസുള്ള ഒരു ടോൾ യൂണിറ്റ് തന്നെ നമ്മൾ അവർക്കത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ തട്ടെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുത്താണ്. ഒരു ടോൾ യൂണിറ്റ് ഷെൽഫൊക്കെ ഉപയോഗിച്ചിട്ട്. സോ നിങ്ങളിപ്പോൾ ഒരു മനോഹരമായ കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, വരും. ഈ കിച്ചണ് ചേർന്നിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇത് അവരുടെ ഡോട്ടറിൻ്റെ ബെഡ്റൂമാണ്. നിങ്ങൾ കാണാം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. HPL ഷീറ്റ് ഉപയോഗിച്ചിട്ട് അലുമിനിയം ഫ്രെയിം നമ്മൾ ഉപയോഗിച്ച് ചെയ്ത ഒരു വാർഡ്രോബാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇതിലും നമ്മൾ ഒരു ലോക്കർ സിസ്റ്റം നമ്മൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. കാരണം എല്ലാ വാർഡ്രോബിലും നമുക്ക് ലോക്കർ സിസ്റ്റം നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കളേഴ്സ്, 2 കളർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഹാങ്ങിങ് സെക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് സെക്ഷൻ കൊടുത്തിട്ട് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് HPL ഷീറ്റാണ്. എല്ലാ വാർഡ്രോബിലും നമ്മൾ അവർക്ക് ലോക്ക് നിർബന്ധമായും വെച്ച് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറുടെ ആവശ്യമായിരുന്നു അത്. നമ്മളത് വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ലോഫ്റ്റ് നോക്കാം. ലോഫ്റ്റും അതുപോലെ തന്നെ അലുമിനിയം കൊണ്ട് മാത്രം നമ്മൾ ചെയ്തെടുത്ത ഒരു വോക്കാണിത്. ലോഫ്റ്റിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ വാർഡ്രോബ് കണ്ടു. ഇവിടെ അവരുടെ ഡോട്ടർക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി യൂണിറ്റ് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിൾ നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ബുക്സും ബാഗും ഒക്കെ വെക്കാനായിട്ട് അവർക്കൊരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഷെൽഫ് ഇട്ടിട്ട് 2 സ്പേസ് ആക്കിയിട്ട് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ഡോട്ടർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയായിട്ട് ഈ ബെഡ്റൂം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്ത് കൂടിയ ഹാൻഡിൽസാണ്. ഇതിനെ നമ്മൾ ട്യൂബ് ഹാൻഡിൽ എന്നാണ് പറയുന്നത്. സെയിം ആയിട്ട് ഈ പാറ്റേൺ, അതായത് നമ്മൾ ഈ ഫ്രെയിം ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിൻ്റെ സെയിം കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമ്മൾ ഫ്രെയിമിന് ഏതാണോ കളർ അതേ സെയിം കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോട്ടർ ബെഡ്റൂമാണ്. നമുക്കിനി സെക്കൻഡ് ബെഡ്റൂം കാണാം. ഓക്കെ, വരും. അപ്പോൾ നമ്മളവിടെ ഡോട്ടർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ കളർ പാറ്റേണിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ആൻഡ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ദെൻ ലോഫ്റ്റ്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് നമ്മൾ വീണ്ടും ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം നമ്മൾ തന്നെയാണ് പാർട്ടീഷൻ ചെയ്തിട്ട് അകത്ത് ഇത് ഹാങ്ങിങ് സെക്ഷൻ കൊടുത്ത് ഇതിൻ്റെ അകത്ത് പോലും നമ്മൾ വാൾ പാനൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ പാർട്ടീഷൻ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തത് തന്നെയാണ്. ഇവിടെയും അതുപോലെ തന്നെ 2 ലോക്കർ സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേൺ അതുപോലെ തന്നെ ഒരു 2 കളർ അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ 2 കളറായിട്ട് നമുക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് അവിടെ 2 കളർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവർക്കിത് ബോക്സ് അങ്ങനെ ഒരു തിങ്സ് നമുക്ക് എന്തും വെക്കാം. ഡ്രസ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും മീൻസ് ബുക്സൊക്കെ വെക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ഡോർ ചെയ്തിട്ട് അവിടെ ഒരു ഷെൽഫ് പോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൃത്തിക്കിരുന്ന് ഒരു ഡ്രസ്സിംഗ് ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു ഡ്രസ്സിംഗ് ടേബിൾ കുറച്ച് ഉള്ളിലോട്ടായിട്ട് മിറർ പ്ലേസ് ചെയ്തിട്ട് ഇത്രയും സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് അവർക്ക് മേക്കപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിന് മേലെ തന്നെ ലോഫ്റ്റും നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റ് ചെയ്തിട്ട് താഴെ വാട്ടർ അതിനൊരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ്. ദെൻ ഇതിൻ്റെ താഴെ നമ്മളൊരു ഡോർ കൊടുത്തിട്ട് അവർക്ക് സ്റ്റോറേജ് സ്പേസ് എന്തെങ്കിലുമൊക്കെ വെക്കാം. ഓക്കെ, ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ട്യൂബ് ഹാൻഡിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ട്യൂബ് ഹാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് നമുക്ക് ഈ ഫ്രെയിമിൻ്റെ സെയിം കളർ പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാ ഡോറും ഞാൻ പറഞ്ഞ പോലെ ലോക്ക് സിസ്റ്റം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലോക്ക് എന്തായാലും നിർബന്ധമായ ഒരു കാരണം കൊണ്ട് നമ്മൾ ലോക്ക് കസ്റ്റമർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ലോക്ക് എന്തായാലും വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലുമിനിയത്തിൽ മാത്രം ചെയ്ത ഒരു വർക്കാണ്. അലുമിനിയത്തിൽ ചെയ്ത് HPL ഷീറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ
ഡോട്ടർ ബെഡ്റൂം കണ്ടു, സെക്കൻഡ് ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡ്രോപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിലെ ഒരു വാർഡ്രോപ്പാണ് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയത്തിൽ ഫ്രെയിം അതുപോലെ തന്നെ HPL ഷീറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ്ലി അലുമിനിയം കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വാർഡ്രോപ്പാണിത്. വൈറ്റ് കളർ ഷീറ്റും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഫ്രെയിം വരുമ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഒരു ഭംഗിയായിട്ടുള്ള വാർഡ്രോപ്പ് നമ്മളും കുറേ ആയി കണ്ടിട്ട്. സോ ഇതിനകത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലോക്കർ സിസ്റ്റം നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഒരു ലോക്കർ എന്ന് പറയുന്ന ഒരു സങ്കല്പം. സോ ലോക്കർ ഇല്ലാതെ എന്ത് വാർഡ്രോപ്പ്. സോ ലോക്കർ സിസ്റ്റം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുള്ളത് ട്യൂബ് ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ സെക്ഷനാണ്. സോ അതും നമുക്ക് ഈ ഗോൾഡൻ കളറിൽ തന്നെയാണ് നമ്മൾ അവർക്കത് പ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് മേലെ നമ്മൾ ലോഫ്റ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റും നമുക്ക് കാണാം. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഡോസും അതുപോലെ തന്നെ വലിയൊരു ലോഫ്റ്റാണ്. നമുക്ക് നിറയെ കൂടുതൽ തിങ്സൊക്കെ നമുക്ക് അതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ഒരു ഹാങ്ങിങ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ലോക്കർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം പ്ലെയിൻ ഏരിയ ആയിരുന്നു. ഇതിൽ ഒന്നിലും ഒരു കടപ്പ കല്ലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പ്ലെയിൻ ഏരിയയാണ് നമ്മളിതിനെ വർക്ക് ചെയ്തെടുത്താണ് ഇങ്ങനെ. സോ ഇതിൻ്റെ പിന്നിലും നമ്മൾ ഷീറ്റ്, നമ്മുടെ ബാക്ക് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ്ലി ഷീറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു വാർഡ്രോപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവരാവശ്യപ്പെട്ട രീതിയിലുള്ള പാർട്ടീഷൻസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഹാങ്ങിങ് വേണമെന്ന് പറഞ്ഞു ചെയ്തു കൊടുത്തു. അതിന് താഴെ ഒരു ലോക്കർ വേണം, അതിന് താഴെ ഒരു പാർട്ടീഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ മിറർ എന്തായാലും വേണമെന്ന് കസ്റ്റമർ വളരെയധികം നമ്മളോട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളൊരു ഫുൾ ഒരു മിറർ, ഒരു ഡോറിന് പാകമായ ഒരു മിറർ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റിയ പോലെ ഒരു ഏരിയ, ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ടേബിൾ സെറ്റപ്പിലാണ് നമ്മളത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിലും നമ്മൾ വാൾ പാനൽ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ പാർട്ടീഷൻ ചെയ്തതാണ്. എല്ലാം നമ്മൾ തട്ടായി പിരിച്ചതാണ്. സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡോറിനും നമ്മൾ ലോക്ക് നിർബന്ധമായും കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമറുടെ ആവശ്യം കൂടിയായിരുന്നു. എല്ലാ ഡോറിലും എനിക്ക് ലോക്ക് നിർബന്ധമായും വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിലും നമ്മൾ ലോക്കും പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരടിപൊളി അല്ലെങ്കിൽ മനോഹരമായ ഒരു വാർഡ്രോപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു വാർഡ്രോപ്പ് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തില്ല, അതുപോലെ ഒരു ഡോട്ടർ ബെഡ്റൂം, അങ്ങനെ ആർക്കും ആവശ്യപ്പെട്ട അനുയോജ്യമായ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ മാനേജറിൻ്റെ നമ്പർ താഴെ ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ പ്ലേസിലേക്ക് അവർ വന്നിട്ട് നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വർക്കാണോ വേണ്ടത് അതിന് എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒരുക്കി തരും. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. സോ മറക്കാതെ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ A1 ഇൻറ്റീരിയേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.